ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും ഇപ്പോൾ ചക്ക സീസൺ ആണല്ലേ. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയത് ചക്ക പായസമായിരുന്നു, ചക്ക കൊണ്ട്. അപ്പോൾ അത് നമ്മുടെ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവരാണെങ്കിൽ എന്തായാലും പോയി കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചക്ക ചിപ്സാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മൾക്ക് ഇത് 2 പീസാക്കി മാറ്റണം കേട്ടോ. അപ്പോൾ ഇത് വെട്ടണം. ഇത് 2 പൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ചുള പറിച്ച് സെറ്റ് ആക്കണം. ചക്കയൊക്കെ ചുള പറിച്ച് റെഡി ആക്കണം കേട്ടോ. അപ്പോൾ എന്നെ സഹായിക്കാൻ ഉമ്മയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ചക്ക ചുള പറിക്കലും ഇതൊക്കെയാണ് കേട്ടോ കുറച്ച് പണിയുള്ളത്. കാരണം കയ്യിൽ മുളഞ്ഞൊക്കെ ആവും. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ടാണ് ചെയ്യണത്. ഉമ്മ വേഗം ചെയ്യുന്നുണ്ട് കേട്ടോ. ഉമ്മക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനിത് എപ്പോഴെങ്കിലും അല്ലേ ചെയ്യുള്ളൂ. നമ്മൾ ചുളയൊക്കെ പറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇത് അത്രയും ചക്ക ചുള പറിച്ച് വെച്ചിട്ട് നമുക്ക് ഇത്ര മതി. ഉമ്മ ഇതിന് അരിയാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പോയിക്കാം കേട്ടോ. ഇനി നമുക്കിത് വറക്കുന്നതിൻ്റെ ഷേപ്പിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. നമ്മളിത് ഈ അറ്റുള്ള കട്ടിയുള്ള ഭാഗം അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇനി ഇത് നീളിക്കനെ അരിഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞു കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതാ ഈ ചുളയിൽ കട്ടിയുള്ള ഭാഗമല്ലേ, അത് ചെറുതായി കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതേപോലെ അരിഞ്ഞു കൊടുക്കുക. ചുളയൊക്കെ പറിച്ച് അത് ഈ ഒരു ആകൃതിയിൽ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് നല്ല എണ്ണയൊക്കെ വെച്ച് നല്ല ചൂടാവണ വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതിന് കളർ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മിക്സാണ് കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പം എണ്ണ നല്ല ചൂടായി വരണം കേട്ടോ. അപ്പം ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണ അതിലേക്ക് ഇങ്ങനെ ചക്ക വാരിയിട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതേപോലെയുള്ള ഇതിലേക്ക് കോരിയെടുക്കുക. എണ്ണ നല്ല കളയണം കേട്ടോ. ഈ ഒരു സൗണ്ട് ഇല്ലേ ഇതിൽ കേൾക്കണം. അപ്പം നമുക്ക് നന്നായി മൊരിഞ്ഞു എന്ന് മനസ്സിലാവും കേട്ടോ. അപ്പം നമ്മളിത് കുറച്ച് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഉപ്പ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ ചൂട്ടോടെ കൂടെ അതിൽ ഉപ്പിട്ട് കൊടുക്കുക ചെയ്യാം കേട്ടോ. അത് കുറച്ച് ഇതിൽ ഇത്ര ക്വാണ്ടിറ്റി ഉള്ളൂ. അപ്പം അതിന് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വെതറി കൊടുത്തിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിയ ചൂടൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ എല്ലാവിടേക്കും ഉപ്പാവുന്ന രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പണി. നമ്മൾ ചക്ക ചിപ്സൊക്കെ ഒരുപാട് വില കൊടുത്ത് മേടിക്കും. അപ്പോൾ ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് നിങ്ങൾക്കും വീട്ടിൽ തന്നെ എത്രയും പെട്ടെന്ന് തയ്യാറാക്കാവുന്നുള്ളൂ. ഒരു പണിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. വലിയ പണികളൊന്നും ഇല്ല. നമുക്കിതൊന്ന് അറിഞ്ഞാൽ മാത്രം നല്ല ടേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ കടയിൽ നിന്ന് മേടിക്കണ പോലെയൊന്നുമല്ല. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ ചൂടോടെ കഴിക്കാനൊക്കെ 4 മണി പലഹാരത്തിനൊക്കെ ഏറ്റവും ഈസി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ചക്ക കിട്ടുന്ന സീസണാണ്. അപ്പോൾ ചക്കയൊക്കെ വെറുതെ കളയാതെ ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. വലിയ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ കണ്ടിരിക്കും. ബൈ. ചക്ക ചിപ്സ് സൂപ്പറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ബൈ.